തിരുവനന്തപുരത്തെയും കേരളത്തിന്റെയും സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് വോട്ട് തേടുന്നതെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്. തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരത്തിന് പുതുമുഖമാണെങ്കിലും മുതിർന്ന നേതാക്കളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണം തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിനം പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ? ഇന്നലെ കണ്ടില്ലേ, സ്വീകരണം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യം ചേഞ്ച് വേണമെന്ന് ജനങ്ങൾ പറയുന്നു. അവർക്ക് ഒരു വളരെ ഡീപ്പ് ഒരു ഫീലിംഗ് ഉണ്ട്. മോദിജി 10 കൊല്ലമായിട്ട് ദേശത്തിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് ഇവിടെയും വേണം, തിരുവനന്തപുരത്തും വേണം, കേരള നാട്ടിലും വേണം. അതാണ് ഞങ്ങളൊരു വികസന തിരുവനന്തപുരത്തെ ഒരു ഫ്യൂച്ചർ വികസനത്തിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിബേറ്റും ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് അതാണ്. അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇവിടെ 15 കൊല്ലമായിട്ട് ഒരു ഡെവലപ്മെന്റ് ഇല്ലാണ്ട് ഇവിടെ ജോബ്സും ഇൻവെസ്റ്റ്മെന്റും സ്കിൽസും ഒന്നും നടക്കുന്നില്ല നമ്മുടെ തിരുവനന്തപുരത്തും കേരളയിലും. അത് മാറ്റാനാണ് ഞങ്ങളുടെ ഒരു പ്രയാസം, ഞങ്ങളുടെ ഒരു പ്രയത്നം. ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി എന്താണ്? മോദിജിയുടെ ഗ്യാരണ്ടി തിരുവനന്തപുരത്തും എല്ലാം നമ്മുടെ ഫുൾ കൺട്രിക്കും അത് ഓരോ ഗ്യാരണ്ടിയാണ്. വികസനം. നമുക്ക് 10 കൊല്ലത്തില് ഇന്ത്യനെ ഫ്രജൈൽ 5 ടോപ്പ് 5 ആക്കിയ പ്രധാനമന്ത്രി തിരുവനന്തപുരം കേരളനെ അതേമാതിരി വികസനത്തിന്റെ ഒരു പ്രക്രിയ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്ന അതാണ് ഗ്യാരണ്ടി. ഇവിടെ സ്കിൽസ് എല്ലാ കുട്ടികൾക്കും ഞാൻ ഇന്ന് രാവിലെ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുട്ടിയും ഉണ്ടാവില്ല സ്കില്ലില്ലാണ്ടെയും എഡ്യൂക്കേഷൻ ഇല്ലാണ്ടെയും എംപ്ലോയബിൾ സ്കിൽസ് ഉള്ള ട്രെയിനിങ്. ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ടെക്നോളജി ഹബ്ബും ഡിജിറ്റൽ ഇക്കോണമി സൗത്ത് ഇന്ത്യന്റെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമി ആക്കും. ഇവിടെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കൊണ്ടുവന്ന് ഇവിടെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഇതാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിന്റെ ഗ്യാരണ്ടി. അല്ല, ഈ സംസ്ഥാനത്തോട് വലിയ അവഗണന കേന്ദ്ര സർക്കാർ തുടരുകയാണെന്ന ആക്ഷേപമാണ് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കിട്ടുന്നതിൽ തടസ്സം വരുമ്പോൾ അടക്കം ധനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അവരൊരു രാഷ്ട്രീയ നാടകമാണ്, എല്ലാവർക്കും അറിയാലോ. ഇതുമാതിരി ആദ്യം ഒരു ആള് പറഞ്ഞത് വിജയ് മല്യയായിരുന്നു. അയാളുടെ കമ്പനിയിൽ കറപ്ഷനും മിസ്മാനേജ്മെന്റും കഴിഞ്ഞ് ശമ്പളം കൊടുക്കാത്ത ടൈം വരുമ്പോൾ അവർ പറയുന്നു എനിക്ക് ബാങ്ക് ലോൺ തരുന്നില്ല. അതേമാതിരി തന്നെയാണ് ഇവിടെ മിസ്മാനേജ്മെന്റ്, ഇക്കണോമിക് മിസ്മാനേജ്മെന്റും കറപ്ഷന്റെ കാരണം ഇവരുടെ അടുത്ത് ഒരു കാശും ഇല്ലാത്ത സമയത്താണ് അവർ ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. അവർ ബ്ലെയിം ഗെയിം ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും ഇവിടെ അറിയാം. അവരെന്നെ ഈ ഇവിടുത്തെ സർക്കാർ തന്നെ സുപ്രീം കോർട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് 10 കൊല്ലത്തില് 2016 തൊട്ട് ഇതുവരെ 8 കൊല്ലത്തില് 1 ലക്ഷം കോടി 1 ലക്ഷം കോടിന്റെ അവർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ മിസ്മാനേജ്മെന്റിന്റെ കാരണം. ഇന്ന് കേരളയില് റെമിറ്റൻസ് നിന്നാൽ കേരളന്റെ സ്ഥിതി ശ്രീലങ്കയിൽ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസത്തിൽ കണ്ട മാതിരി ആ സ്ഥിതിനേക്കാണ് 10 ഇരട്ടി മോശമാവും. ഇവിടെ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ, അത് ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് ബൈ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ പിണറായി വിജയൻജി. എന്തായാലും വളരെയധികം നന്ദി തിരക്കിനിടയിലും ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടായത് എന്നാണ്. മത നേതാക്കളെയും സാമുദായിക നേതാക്കളെയും ഒക്കെ കണ്ട് സാംസ്കാരിക നേതാക്കളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹത്തോടൊപ്പമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.